ഹല്ലേലൂയ. കരമേത്തി പറയാമോ ഹല്ലേലൂയ? ചിരിച്ചുകൊണ്ട് പറയാമോ ഹല്ലേലൂയ? ഇരു കരങ്ങളും വരുത്തി പറയാമോ ഹല്ലേലൂയ? വിശുദ്ധ ബൈബിൾ 81-ാം സങ്കീർത്തനത്തിന്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടുകൂടെ ആർപ്പിടുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. നല്ല ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ദൈവം വീണ്ടും നമുക്ക് ഒരു വേള ഒരുക്കി തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 37:4 നമ്മൾ ഇപ്രകാരം പഠിക്കും: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം നമ്മുടെ ഇടതും വലതും ഇരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞുകൊണ്ട് ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരാം. അടുത്തിരിക്കുന്ന ആളോട്, ഇടതും വലതും ഇരിക്കുന്ന ആൾക്കാരോട് പറയാം: കർത്താവിൽ ആനന്ദിക്കുക. പറയുക, പരസ്പരം പറയുക: കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ജീവനോടെ പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം മറന്ന് കർത്താവിൽ ആനന്ദിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവ മഹത്വത്താൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവിക സൗഖ്യത്താൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ ദേശവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അത്ഭുത നിമിഷത്തിലേക്ക് നാം കടന്നു വരിക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനം പറയുന്നു 150-ാം സങ്കീർത്തനം അതിന്റെ 1-ാം തിരുവചനത്തിൽ പ്രകാരം നമ്മൾ പഠിക്കും: കർത്താവിനെ സ്തുതിക്കുവിൻ. 4-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എപ്രകാരം നാം കർത്താവിനെ സ്തുതിക്കണം? അവിടുത്തെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. 150-ാം സങ്കീർത്തനത്തിന്റെ 5-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ വചനം പറയുകയാണ്: കരങ്ങൾ കൊട്ടി നൃത്തമാടി ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൃത്തമാടി കരങ്ങൾ കൊട്ടി ദൈവത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവര്, കരങ്ങൾ തന്നവനെ, കരങ്ങൾ കൊട്ടി കാലുകൾ തന്നവനെ, കാലുകൾ സമർപ്പിച്ച് മഹത്വം കൊടുത്ത് സ്വരം നൽകിയവനെ സ്വരം ഉപയോഗിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവശക്തി, ദൈവത്തിന്റെ കൃപ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രതിസന്ധികളിലേക്കും കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം ഇടവരുത്തുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 12:6 അവിടെ പ്രകാരം നമ്മൾ പഠിക്കും: സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ നമ്മുടെ ഇടയിലുണ്ട്. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും, കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സ്തുതികളിൽ സംപ്രീതനായവൻ, ആരാധനകൾക്ക് യോഗ്യനായവൻ ഈ രാത്രിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ ഏറ്റെടുക്കുന്ന അത്ഭുത അഭിഷേകത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരികയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഈ ദൈവത്തെ ആരാധിക്കാൻ വയ്യാത്ത വിധത്തിൽ ചില പ്രതിസന്ധികള്, ചില നൊമ്പരങ്ങള്, ചില പരാജയങ്ങള് നമ്മുടെ ജീവിതത്തിൽ എഴുന്നിട്ട് നിൽക്കുന്നുണ്ടോ? മടിക്കരുത്. ആ അവസ്ഥകളിൽ നീ നിന്റെ കുടുംബത്തില്, നിന്റെ സമൂഹത്തില് ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുവാൻ ചേരുക.
പ്രിയപ്പെട്ട നിശ്ചയമാണ്. ദൈവവചനം പറയുന്നു, ലേവ്യരുടെ പുസ്തകത്തിന്റെ 26:11 കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. ദൈവം നമ്മുടെ ഇടയിലൂടെ ഈ ആരാധനയിൽ, ഈ സ്തുതിപ്പിനിടയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. നീ കിടക്കുന്ന രോഗ അവസ്ഥകളിലേക്ക്, നിന്റെ നൊമ്പരങ്ങളിലേക്ക്, നിന്റെ തകർന്ന കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം ഇതാ നടക്കാൻ പോകുന്നു. സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഇത് അത്ഭുത വിടുതലിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്. കയറങ്ങൾ തന്നവനെ കരങ്ങൾ അടിച്ച്, കാലുകൾ തന്നവന് കാലുകൾ മാറ്റി ചവിട്ടി നൃത്തം വെച്ച് എല്ലാം മറന്ന് കർത്താവിൽ ആനന്ദിക്കണം, ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അടുത്ത് നിൽക്കുന്ന, അടുത്തിരിക്കുന്ന വ്യക്തികളിലേക്കല്ല, ദൈവം എന്റെ ശക്തി എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ജെറൂസലേം ദേവാലയത്തിൽ നിറഞ്ഞ ദൈവ മഹത്വം ഈ ആരാധനയിൽ നിറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും. പ്രിയപ്പെട്ടവരെ, കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി, കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് സന്തോഷത്തോടെ അഭിഷേകത്തോടെ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ശക്തി, സൗഖ്യമായി വിടുതലായി നമ്മളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുക. നമുക്ക് ചേർന്ന് ആരാധിക്കാനായിട്ട് പരിശ്രമിക്കാം. താളമേളത്തോടെ പഠിച്ച ആരാധനയുടെ വരികൾ ചേർന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതി കരയറ്റാൻ പോവുക. ചേർന്ന് ആരാധിക്കാം.
പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 കരങ്ങൾ അടിച്ച് വീണ്ടും ആരാധിക്കണം. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടൊന്ന് കൈയടിച്ച് പരസ്പരം നോക്കി ജീവനാണ്. എല്ലാവരും ചേർന്ന് പാടി. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. Glory. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അഭിഷേകത്തോടെ ശക്തിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. 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 കരങ്ങൾ അടിച്ച് വീണ്ടും ആരാധിക്കുന്നു. കരങ്ങളെ കോർത്ത് പിടിച്ച് കരങ്ങളെ കോർത്ത് പിടിച്ച് കരങ്ങളെ കോർത്ത് പിടിച്ച് ഹല്ലേലൂയ. ഇനി ചേർന്ന് പാടി. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. അഭിഷേകത്തിൽ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ചാടി ചാടി അഭിഷേകത്തിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ
ദൈവശക്തി നമ്മളെ നിറയുന്നു, ദൈവകൃപ ഇതാ നിറയുന്നു, ദൈവിക വിടുതൽ നിറയുന്നു. കർത്താവിനെ ആരാധിക്കുക. യേശുവേ യേശുവേ ആരാധന 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 ആരാധന. ഓ സ്തോത്രം പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുകയാണ്, വായിക്കുകയാണ്. ഉസിയാ രാജാവ് മരിച്ച വർഷം യെശയ്യാവിന്റെ മുമ്പിലേക്ക് ഒരു ദൈവം ഒരു ദർശനവുമായി കടന്നു വന്നു. ഉന്നതമായ സിംഹാസനത്തിൽ ഇതാ സ്വർഗത്തിലെ ദൈവം ഇരിക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അനവരതം വാഴ്ത്തുന്ന സറാബ് വൃന്ദങ്ങളെ യെശയ്യാവ് കാണുകയാണ്. ഇതാ ലോകമെമ്പാടും അനവരതം സ്തുതികൾ ഉയരുന്ന നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധിയെ വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കാണുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അവൻ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി. 1000 പേർ അവനെ സേവിച്ചു, 10,000 അവന്റെ മുമ്പിൽ വീണു. പ്രിയപ്പെട്ടവരെ, പരമപരിശുദ്ധനെ ആരാധിക്കുന്ന മാലാഖമാരോടും സറാഫുകളും മോശവാസികളോട് ചേർന്ന് നമ്മുടെ പാവപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയെ വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്, വീണ്ടും വാഴ്ത്തി മഹത്വപ്പെടുത്തുകയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് സ്നേഹത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധിയെ ചേർന്ന് ആരാധിക്കുക. ദൈവ സാന്നിധ്യം ഇതാ നിന്നെ നിറയുന്നു, ദൈവകൃപ ഇതാ നിറയുന്നു. ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. കണ്ണുകളടച്ച് ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ, ആയിരിക്കുന്ന കുടുംബത്തില്, ആയിരിക്കുന്ന സാഹചര്യങ്ങളില് ഇതാ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു, ദൈവശക്തി ഇതാ നിറയുന്നു. പരമപരിശുദ്ധന്റെ സാന്നിധ്യം നിന്റെ രോഗക്കിടക്കയിലേക്ക്, നിന്റെ കണ്ണുനീരിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക് ഇതാ സ്വർഗത്തിലെ സാന്നിധ്യം കടന്നു വരുന്നു. ചേർന്ന് നിൽക്കാമോ? ചേർന്ന് നിൽക്കാമോ? മാറിപ്പോവരുത്, പതറിപ്പോവരുത്. ദൈവ വൈതലേ, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ നിമിഷം അവരുടെ പരിശുദ്ധിയെ വാഴ്ത്തുക, ചേർന്ന് നിൽക്കുക. ദേവൻ മരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ. ദേവൻ നീതിയിൽ സൂര്യൻ രാജാതിരാജനാം മിശിഹാ.
വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമിശിഹ വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമിശിഹ നമ്മൾ നിറയുന്ന ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് ശാന്തമായിരുന്നുകൊണ്ട് ഹൃദയത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. വലതുകരത്തിൽ പറയാ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുതുശക്തിയോടെ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വചനം ഒരു കാര്യം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സുവിശേഷം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ ഈ ശാലോം നൈറ്റ് വിജിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതൊരു പ്രോഗ്രാം അല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ശുശ്രൂഷ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല മരുത്തോർവട്ടം കൺവെൻഷൻ ഗ്രൗണ്ടിൽ ബഹുമാനയുടെ സേവർഗാം വട്ടളച്ചനോട് ശുശ്രൂഷ നയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയുടെ അനുഭവത്തെ അച്ഛൻ ഓർക്കുകയാണ്. അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കൺവെൻഷൻ ഇടയ്ക്ക് സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ഇപ്രകാരമാണ്: വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഇദ്ദേഹത്തിന്റെ നട്ടല് തകർന്നു. കഴുത്തിന് താഴേക്ക് തളർന്ന് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ കിടക്കുകയാണ്.
ഡോക്ടർമാർ ഉപേക്ഷിച്ചു. അവർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ച് ഇദ്ദേഹം 4-5 വർഷത്തോളം തളർന്ന് കിടക്കയിൽ കിടക്കുകയാണ്. ഈ ചെറുപ്പക്കാരന് ഏക ആശ്വാസമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുറിയിൽ ഓണാക്കി വെച്ചിട്ടുള്ള ഷാലോം TV ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ അടുത്ത ശുശ്രൂഷ ഇതും കണ്ടുകൊണ്ട് ഇങ്ങിരിക്കും. വൈകുന്നേരം 9 മണിയാകുമ്പോൾ അമ്മ വന്ന് ടെലിവിഷൻ ഓഫാക്കും, ഇവൻ കടന്നുറങ്ങും. കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചും നിലവിളി കേൾക്കുന്ന കർത്താവിനെ കുറിച്ചും വചനം പ്രഘോഷിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിലേക്ക് എന്തൊരു പ്രത്യേക ശക്തി വന്ന് നിറയുന്ന ഒരു അനുഭവം ഇവനുണ്ടായി. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ഓർക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പതിവ് പോലെ 9 മണിക്ക് ടെലിവിഷൻ ഓഫാക്കാൻ വേണ്ടി അമ്മ ഇവന്റെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ടെലിവിഷന്റെ മുമ്പിൽ ഓണാക്കി വെച്ച ഷാലോം ചാനൽ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മകനെയാണ്. ഇത് കണ്ടതും അമ്മ ഞെട്ടിപ്പറച്ചു. അമ്മ ഒറ്റ അലർച്ചയാണ്. ഈ അമ്മയുടെ അലർച്ച കേട്ട് കുടുംബാംഗങ്ങൾ ഓടി വന്നു. അവർ നോക്കുമ്പോൾ ഇതാ 4-5 വർഷമായി തളർന്നു കിടന്നിരുന്ന ചെറുപ്പക്കാരൻ ഇതാ ഷാലോം ടിവിയുടെ മുമ്പിൽ ടെലിവിഷൻ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ഈ നിലവിളി കേട്ട് ഇവൻ പെട്ടെന്ന് സുബോധത്തിലേക്ക് വന്നു. ആ ആരാധനയുടെയും സ്തുതിപ്പിന്റെയും സമയത്ത് പ്രിയപ്പെട്ടവരെ, തളർന്നു കിടന്നവന് അവൻ അറിയാതെ അവനെ യേശു എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-4 വർഷങ്ങൾക്ക് മുമ്പ് മരുത്തോറവട്ടം കൺവെൻഷനിൽ ആ സ്റ്റേജിൽ വന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വർഷത്തിൽ പുതുവർഷത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് വെറും ഒരു ശുശ്രൂഷയല്ല, ഇതൊരു വചനപ്രഘോഷണം മാത്രമല്ല, ഇതൊരു വെറും പ്രാർത്ഥന മാത്രമല്ല. ഇന്നും ജീവിക്കുന്ന ദൈവം ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ രാത്രി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കർത്താവ് പുത്തൻ അഭിഷേകങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഓരോരുത്തർക്കും ആവശ്യമായുള്ള എന്താണോ അത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറയാം, ശക്തിയോടെ പറയാം. ഇന്ന് എന്നെ ദൈവം സ്പർശിക്കുമെന്ന് ഉറപ്പുള്ളവർ പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഇന്നും യേശുക്രിസ്തു ജീവിക്കുന്നവനാണെങ്കിൽ, ഇന്നലകളിൽ അത്ഭുതങ്ങൾ ചെയ്തവൻ, ഇന്നും അനേകരുടെ ജീവിതത്തിൽ ഇടപെടുന്നവൻ, മരുത്തോറവട്ടം കൺവെൻഷനിൽ വന്ന് തളർവാദ കിടക്കയിലായിരുന്നവനെ എഴുന്നേൽപ്പിച്ചു എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് അവൻ വീട്ടിൽ കിടക്കുമ്പോഴാണ്, ടെലിവിഷൻ മുമ്പിലിരുന്ന് അവൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ്. എങ്കിൽ ഈ രാത്രിയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവപൈതലിന്റെയും ആത്മീയവും ഭൗതികമായ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. വിശ്വാസം ദുർബലപ്പെട്ടവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ മനസ്സ് മരവിച്ചവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വരണമേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും കർത്താവിനെ വിളിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി വിളിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്ത് തന്നെയാണല്ലോ യേശു ക്രിസ്തുവിന് ഒന്നും അസാധ്യമല്ല. കല്ലറകളിൽ കിടന്ന് ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് ഒന്നും അസാധ്യമല്ല. വിശ്വസിക്കുക, വിശ്വസിക്കുക. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം സ്വീകരിക്കുവാൻ, വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ പിതാവേ അയക്കേണമേ, യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുങ്ങി കരങ്ങൾ യാചനാപൂർവം പിടിച്ച് ആത്മാവിനെ പിതാവേ അയക്കേണമേ, പോലെ ആത്മാവിനെ അയക്കണമേ. ഒരുങ്ങി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കൃപകൾ
ചൊരിയണമേ. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. ക്ഷീണം, മടുപ്പ്, മന്ദത, തിന്മേൽ സ്വാധീനം നീക്കണമേ കർത്താവേ. ആത്മാവിനെ അയക്കണമേ. അകതാരിത ഒരുങ്ങി ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമങ്ങളെയും സമർപ്പിക്കണമേ. അകതാരിത ഒരുങ്ങി ഓരോരുത്തർക്ക് ആവശ്യമായി നൽകണമേ. കൃപകൾ ചൊരിയണമേ. അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപാപിതാവേ, അവിടുന്ന് ഓരോ അധികാരം ഉപയോഗിച്ച് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മ ശക്തികളെയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യപാപത്തിനെ കാട്ടിപ്പായിക്കുന്നു. അടഞ്ഞ ഹൃദയങ്ങൾ യേശു നാമം തുറക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു. മൂകതയുടെ അനുഭവം യേശു നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. അഭിഷേകം നിറയട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ. വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നു. നിറയണമേ പരിശുദ്ധാത്മാവേ. പാവന രൂപേ എന്നിൽ കവിയണമേ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവജനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞെരുക്കത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരുടെ ഞെരുക്കങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവം, ഏകാന്തതയിലും കണ്ണുനീരിലും ആയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആ കണ്ണീര് ഒപ്പാൻ ഏകാന്തത മാറ്റാൻ വേണ്ടി കടന്നു വരുന്ന ദൈവം. ഹല്ലേലൂയ. തൻ്റെ അടുക്കിലേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ കരങ്ങൾ നീട്ടി സ്പർശിച്ചു തൻ്റെ വചനം അയച്ചു അനുഗ്രഹം കൊടുക്കുന്ന യേശുവിൻ്റെ ഒരു ദൈവത്വം, സ്നേഹത്തിൻ്റെ ഭാവം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റാതെ കുളക്കരയിൽ കിടക്കുന്നവൻ്റെ അടുത്തേക്ക് ദൈവം കടന്നു ചെല്ലുന്നു അവനെ സുഖപ്പെടുത്താൻ വേണ്ടി. ഈ രാത്രിയിൽ ഈ വചനം ശ്രവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം, ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പതിപ്പിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ കാലത്തെ ശുശ്രൂഷ ജീവിതങ്ങളിൽ അനേകം ദൈവമക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ധ്യാനത്തിന് വന്നപ്പോഴായിരിക്കാം, ഇടവേളയിൽ കൂടെ പോകുമ്പോഴായിരിക്കാം, മാതാപിതാക്കളും വ്യത്യസ്ത ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളുള്ളവര് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്നതിനെക്കാട്ടിലും വലിയ പ്രശ്നമായി അവർ കണക്കാക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവെടിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ജീവിക്കുന്നില്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നില്ല? ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ കൂടെ കർത്താവ് പ്രകടമായി നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേസമയം ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമായി പോകുന്നതും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ
പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം കൂടെ നടന്ന് പ്രവർത്തിച്ച, ദൈവം കൂടെ നടന്ന് ഇടപെട്ട ഒരു വ്യക്തിയാണ് മോശ പ്രവാചകൻ. ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിലെ ഒരു അവിശ്വസ്തതയൊഴികെ ബാക്കി എല്ലാ മേഖലകളിലും ദൈവത്തോട് 100% വിശ്വസ്തത പുലർത്തിയവനാണ് ഈ മോശ പ്രവാചകൻ. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ കർത്താവ് മോശ പ്രവാചകനോട് ഇപ്രകാരം പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഈ വചനം നമുക്കൊന്ന് പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കർത്താവ് ദൗത്യം ഏൽപ്പിച്ചിട്ട് മോശയോട് പറയാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് മോശയ്ക്ക് മാത്രമുള്ള ഒരു ആശ്വാസ വാക്കല്ല. ഇന്ന് ആരൊക്കെയാണോ ഈ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നത്, ആരൊക്കെയാണോ കർത്താവിന്റെ വചനത്തിൽ ആശ്രയം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ആ ഓരോ വ്യക്തികളോടും കർത്താവ് അറിയിച്ച കാര്യമാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് മോശയോട് കൂടെ പോവുകയും ആശ്വാസം നൽകുകയും ചെയ്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോശയെ തിരഞ്ഞെടുത്ത ഉടനെ കർത്താവ് മോശയോട് കൂടെ പോയിട്ടില്ല. മോശയ്ക്ക് ദൗത്യം ഏൽപ്പിച്ച ഉടനെ കർത്താവ് മോശയോട് കൂടെ പോയിട്ടില്ല. മോശയോട് കൂടെ കർത്താവ് പോയി തുടങ്ങുന്നതിന് ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മോശ ദൈവമായ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും വിശ്വസിച്ചു എന്നുള്ളതാണ്. മോശ ആടുമേയിച്ച് വളരെ മനോഹരമായ സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ്. അന്ന് ആടുമേയ്ക്കൽ നല്ല തൊഴിലാണ്. അനേകം ആടുകളുടെ ഇടയനായി സമാധാനത്തിൽ പോകുന്നു. ആർക്കും മോശയെക്കുറിച്ച് പരാതിയില്ല, ഒന്നിനെക്കുറിച്ചും മോശയ്ക്കും ആകൃതിയില്ല. സ്വസ്ഥമായി ജീവിച്ച് സന്തുഷ്ടമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ മോശയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഒരു ജോലി അന്വേഷിച്ച് പോകേണ്ട ആവശ്യം മോശയ്ക്കില്ല. സമ്പത്തിന്റെ കുറവ് ഇനി മോശയ്ക്കില്ല. എല്ലാം നന്നായി പോകുന്ന സമയത്ത് കർത്താവ് മോശയെ വിളിച്ചു. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ ഫറവോയുടെ അടുത്തേക്ക് പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ സ്വസ്ഥതകളും അനുഭവിച്ച് ജീവിതത്തിന്റെ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്ന മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഇവിടം വിട്ട് എൻ്റെ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഫറവോയുടെ അടുത്തേക്ക് പോകണം. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഫറവോയുടെ അടുത്തേക്ക് ഒരു ആട് മേയ്ക്കുന്ന മോശ, അത് വിക്കനായവൻ പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും മോശ അധികം ചിന്തിച്ചില്ല. മോശ കർത്താവിനോട് സ്വന്തം കഴിവുകളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വിക്കുണ്ട്, എനിക്ക് സംസാര പാഠവും ഇല്ല, കുറച്ചൊക്കെ ബലഹീനതകൾ പറഞ്ഞെങ്കിലും മോശ അവസാനം ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയ്ക്കുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രത്യേകത, ദൈവം പറഞ്ഞത് വിശ്വസിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ്. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്ന കാര്യം വിശ്വസിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ട് 100% സന്തോഷമാണ് നിർബന്ധമില്ല. പലപ്പോഴും പലരും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം ഈ കാര്യം ചെയ്താൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ. ചിലരോട് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് ആ വഴി പൊക്കോളാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ട് തുടങ്ങിയതാ, കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് തുടങ്ങിയതാ, പക്ഷെ ഇപ്പൊ ഞെരുക്കമാണ്. ഹല്ലേലൂയ. പിന്നീട് അവർ സന്ദേശം ചോദിക്കാൻ, ആലോചന ചോദിക്കാൻ വന്നിട്ടില്ല. ഇത് കർത്താവ് പറഞ്ഞതാണോ അല്ലയോ എന്ന് ചോദിക്കാൻ. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞ കാര്യമാണെങ്കിൽ പിന്നെ ഒരു കഷ്ടപ്പാട് ഉണ്ടാകില്ല എന്നൊരു ചിന്ത ഇന്ന് അനേകരുടെ മനസ്സിലുണ്ട്. ദൈവമാണ് ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ വിട്ടതെങ്കിൽ, ദൈവമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ പിന്നെ എല്ലാം സുഖമായിരിക്കും, എല്ലാം സന്തോഷമായിരിക്കും എന്നൊരു ചിന്ത അനേകരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വചനമായി ചേർന്ന് പോകുന്ന ഒരു ആലോചനയല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം തെരഞ്ഞെടുത്ത അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ, ഞെരുക്കത്തിൻ്റെ, കണ്ണീരിൻ്റെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ
പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിൽ പൂർവ്വ ജോസഫ് സ്വപ്നം കണ്ടു. ഇതാ തൻ്റെ സഹോദരന്മാർ തന്നെ താണു വണങ്ങുന്നു, അപ്പനും തൻ്റെ എല്ലാ ബന്ധുക്കളെ മുകളിൽ ഇവൻ അധികാരിയായി നിൽക്കുന്നു. നിഷ്കളങ്കനായതുകൊണ്ട് ജോസഫ് തൻ്റെ സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു. വലിയ സ്വപ്നം കണ്ടവനെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് പൊട്ടക്കിണറ്റിലാണ്. ഹല്ലേലൂയ. വലിയ ദർശനം കണ്ടവനെ പിറ്റേ ദിവസം കാണുന്ന പൊട്ടക്കിണറ്റിലാണ്. പൊട്ടക്കിണറ്റിൽ പിന്നെയും സ്വാതന്ത്ര്യമുണ്ട്. അവിടെ സ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് അവിടുന്ന് പിടിച്ചെടുത്ത് അടിമയായി വിൽക്കുന്നു. അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം പിന്നെയും പോയി. അവിടെയും സ്ഥലവുമായൊന്ന് പരിചയപ്പെട്ട് വന്നപ്പോഴേക്ക് വീണ്ടും വിൽക്കുന്നു. പൊത്തിഫറിന്റെ അവിടെ പോയി. ഒന്ന് സ്വസ്ഥമായി വന്നപ്പോഴേക്കും ഇല്ലാത്ത അപവാദ കേസുകൾ, മനസ്സറിവില്ലാത്ത കാര്യം ജോസഫിന് വന്നു. വീണ്ടും തടവറയിലായി. ഹല്ലേലൂയ. യേശുവേ നന്ദി. പക്ഷെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ജോസഫ് പൊട്ടക്കിണറ്റിൽ പോയാലും തടവറയിൽ പോയാലും അപമാന ഭാരം അവന് വഹിക്കേണ്ടി വന്നാലും അവനെക്കുറിച്ചുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ പൊട്ടക്കിണറും കൊണ്ട് അവസാനിപ്പിക്കും. അതിനപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ വിശ്വാസം ദുർബലമായി തീരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് ഞെരുക്കം ഇല്ല എന്നൊരിക്കലും വചനം പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവം പുത്രനെ നോക്കി ജ്ഞാനസ്നാന സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്രയോ മനോഹരമായ വാക്കാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതുപോലെ നല്ലൊരു വാക്ക് പിതാവായ ദൈവം പറഞ്ഞിട്ടില്ല. ആ പ്രിയപുത്രനാണ് ഗാഗുൽത്താമലയിൽ കുരിശിൽ കടന്ന് നഗ്നനായിക്കൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന്. എങ്കിലും അവസാനം ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മമാരെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് ഏതെങ്കിലും ഭർത്താക്കന്മാരെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇത്രയും നല്ലൊരു വാക്ക് ഗബ്രിയേൽ ദൂതൻ, നന്മ നിറഞ്ഞവൾ, കർത്താവ് നിന്നോട് കൂടെ. ഈ മറിയത്തെക്കുറിച്ചാണ് ശിമിയോൻ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ, കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവരുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാട് ഉണ്ടാകും. മോശയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു, ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരിയേറെ അധ്വാന ഭാരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് മോശ പറയുന്ന ദിവസങ്ങൾ ജീവിതത്തിൽ മോശയ്ക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-4 അധ്യായങ്ങളിലാണ് ദൈവമായ കർത്താവ് മോശ പ്രവാചകനെ തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത്. മോശയെ കർത്താവ് തിരഞ്ഞെടുത്തു, ദൗത്യം ഏൽപ്പിക്കുന്നു. 5-ാം അധ്യായമാകുമ്പോഴേക്കും മോശ തൻ്റെ ദൗത്യം തുടരുന്നു. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ മോശ ഫറവോയുടെ അടുത്തേക്ക് പോയി പറയുകയാണ്, ഇസ്രായേലിന്റെ കർത്താവ് അരുളി ചെയ്തു, തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി കർത്താവ് അരുളി ചെയ്തു. മോശ വലിയ വിശ്വാസത്തോടു കൂടി പോയി പറയുമ്പോൾ ഫറവോ, ആരാ കർത്താവ്, ആരാ ഈ ദൈവം? ഫറവോ കേട്ടിട്ട് പോലുമില്ല. 5-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ മോശയുടെ ഈ ഒരു ദൗത്യത്തിന്റെ പ്രത്യാഘാതം ജനം അനുഭവിക്കുകയാണ്. 8-9 വാക്യമാകുമ്പോഴേക്കും ഫറവോ മോശയെ കുറിച്ച് പറയുന്നു, മോശയോട് പറയുന്നു, ഈ ഇസ്രായേൽ ജനം അലസരായതുകൊണ്ടാണ് അവർ ആരാധിക്കണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ പണി കൊടുക്കുക, സഹായമൊന്നും കൊടുക്കണ്ട, വൈക്കോലൊന്നും കൊടുക്കണ്ട, അവർ കൂടുതൽ പണിയെടുക്കട്ടെ. മോശ ദൗത്യം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന് ആശ്വാസത്തിന് പകരം കൂടുതൽ ഭാരമാണ് വരുന്നത്. 5-ാം അധ്യായത്തിൽ, പുറപ്പാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ജനം മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് ഞങ്ങളെ കൊല്ലാനുള്ള വാള് ഫറവോയ്ക്ക് കൊടുത്തല്ലോ, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജനം മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യമാകുമ്പോഴേക്കും മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ജനത്തോട് ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത്? പ്രതികൂലം വന്നപ്പോൾ മോശയും ദൈവത്തോട് എന്തിനാണ് ഈ ജനത്തോട് ഇത്രയേറെ ക്രൂരത? അവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. ഇപ്പൊ മോചിപ്പിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഭാരം, കൂടുതൽ കഷ്ടപ്പാട്, കൂടുതൽ ഞെരുക്കം ഇസ്രായേൽ ജനത്തിന് വന്നു. ഹല്ലേലൂയ. മോശ ആദ്യം ഫറവോയുടെ അടുത്ത് പോയപ്പോൾ ഇതാണ് സ്ഥിതി.
കർത്താവിൻ്റെ അടുത്ത് വന്ന് മോശ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, മോശെ നീ വീണ്ടും ഫറവോയുടെ അടുത്തേക്ക് ചെല്ലണം. മോശ കർത്താവിനോട് തർക്കത്തിനും പറയുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യവും മോശ ഫറവോയുടെ അടുത്തേക്ക് ചെന്നു. ഫറവോ തിരിച്ചയച്ചു. മൂന്നാമത്തെ പ്രാവശ്യവും കർത്താവ് പറഞ്ഞു, മോശെ നീ ഫറവോയുടെ അടുത്തേക്ക് ചെല്ലണം. ഫറവോയുടെ അടുത്ത് ചെന്നപ്പോൾ ഫറവോ തിരിച്ചയച്ചു. ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇത് 1, 2, 3 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ കർത്താവ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുമോ? 10 പ്രാവശ്യവും മോശ പോയി പരാജയപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവസാനം പുറപ്പാടിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 28-ഉം 29-ഉം വാക്യങ്ങളിൽ മോശയോട് ഫറവോ പറയുന്നുണ്ട്, ഇനി നീ ഒരിക്കലും എൻ്റെ മുമ്പിൽ വന്നു പോകരുത്, ഇനി മേലാൽ നീ എൻ്റെ മുമ്പിൽ വന്നു പോകരുത്, ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസം അന്ന് നിന്റെ അന്ത്യമായിരിക്കും. ഹല്ലേലൂയ. മോശ പ്രവാചകൻ ഫറവോ പറയാണ്, ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസം നിന്റെ അന്ത്യമായിരിക്കും. അത്രയും കടുത്ത വാക്കുകളിൽ ഫറവോ മോശയോട് പറഞ്ഞയക്കുകയാണ്. മോശയ്ക്ക് ഒരിടത്തൊന്നും ആശ്വാസമില്ല. ന്യായമായും മോശയ്ക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്, എന്നോട് ഇത് സംസാരിച്ചത് ദൈവമാണോ അതോ പിശാചാണോ? ദൈവമാണ് പറഞ്ഞയച്ചതെങ്കിൽ ഇത്രയും പ്രാവശ്യം പോയിട്ട് പരാജയപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുമോ? ദൈവമാണ് പറഞ്ഞയച്ചതെങ്കിൽ ഫറവോയ്ക്ക് എന്തുകൊണ്ട് മാനസാന്തരം ഉണ്ടാകുന്നില്ല? ദൈവമാണ് പറഞ്ഞയച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ജനം ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നു? വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില നിമിഷങ്ങളിൽ മോശ മനസ്സ് പതറുന്നുണ്ടെങ്കിലും ഉടനടി മോശ വിശ്വാസം വീണ്ടെടുത്ത് ജനത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യമാകുമ്പോഴേക്കും മോശ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. എന്ന് വെച്ചാൽ മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോയുടെ സൈന്യവും വരുന്ന സമയത്ത് പോലും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ജനത്തെ ഉത്ബോധിപ്പിക്കാനും മാത്രം മോശയുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം ആഴത്തിൽ വേരുവാകിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു ജാഗരണ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവത്തെ വിളിക്ക് എളുപ്പമുള്ള കാര്യമാണ്. കസേരയിലിരിക്കുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഫാനുണ്ട്, ഒരു കുഴപ്പമില്ല, ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ട്. എന്നാൽ മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോന്റെ സൈന്യവും വന്ന് നിൽക്കുമ്പോൾ കർത്താവിൽ ആശ്രയം വെച്ച് പോവുക എന്നുള്ളത് വിശ്വാസം അർപ്പിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു അനുഗ്രഹത്തിന് മുമ്പും ഒരു കഷ്ടപ്പാടുണ്ട്, ഏതൊരു അഭിഷേകത്തിന് മുമ്പും ഒരു ഞെരുക്കമുണ്ട്. ചെങ്കടൽ പിളരുന്നതിന് മുമ്പ്, ചെങ്കടലിലൂടെ വഴി വെട്ടുന്നതിന് മുമ്പ് മോശയെ ജനം പഴിക്കുന്നുണ്ട്, മോശയോട് ജനം പരാതി പറയുന്നുണ്ട്. കാടപ്പക്ഷിയെ കൊടുക്കുന്നതിന് മുമ്പ് ജനം മോശയോട് പരാതി പറയുന്നുണ്ട്. മന്ന കിട്ടുന്നതിന് മുമ്പ് ജനം മോശയോട് പരാതി പറയുന്നുണ്ട്. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്നതിന് മുമ്പ് അവിടെ ഒന്നുമില്ലാത്തതിൻ്റെ ഒരു ദാരിദ്ര്യമുണ്ട്, ഭക്ഷണം തീർന്നു പോയതിൻ്റെ ഒരു വേദന, നാണക്കേടുണ്ട്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് അവൻ ജീർണിച്ച് 4 ദിവസമായി എന്ന് അവൻ്റെ പെങ്ങൾ പോലും പറയുന്ന ഒരു നിരാശയുടെ ഒരു അനുഭവം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മരിച്ചടക്കപ്പെട്ട ഉദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് ഒരു അടക്കിന്റെ, പീഡാനുഭവത്തിന്റെ, കഷ്ടപ്പാടിന്റെ അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതോരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന് ശേഷം കർത്താവ് നടത്തിയ ചില വഴികൾ. 2005 പട്ടം കിട്ടി അട്ടപ്പാടി സഹിയോനിൽ സേവകാമട്ടച്ചനോട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു. നല്ലൊരു അച്ഛൻ്റെ അസിസ്റ്റൻ്റായി ശുശ്രൂഷ ചെയ്യുക, പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ചെയ്യുക, പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ചെയ്യുക. മഴ പെയ്താലും വെയിൽ വന്നാലും അത് കൊച്ചച്ഛനൊരു പ്രശ്നമുള്ള കാര്യമല്ല. സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ധ്യാനകേന്ദ്രത്തിൽ ആൾ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല, കറണ്ട് പോയാലും കറണ്ട് ഇല്ലെങ്കിലും കൊച്ചച്ഛന് യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ വലിയച്ഛൻ നോക്കിക്കോളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 വർഷം കഴിഞ്ഞപ്പോൾ പാലക്കാട് അഭിഗത പിതാവ് അട്ടപ്പാടി സഹിയോട് ട്രാൻസ്ഫർ വന്ന് രൂപതയുടെ സോണൽ ഡയറക്ടറായിട്ടും കുട്ടികളുടെ ശുശ്രൂഷയുടെ ചാർജായിട്ടും വിട്ടത്. ധ്യാനകേന്ദ്രമാകുമ്പോൾ പാട്ടുകാർ ഇഷ്ടം പോലെ, മൈക്ക് സിസ്റ്റം ഇഷ്ടം പോലെ, വാഹനം ഇഷ്ടം പോലെ, തൊണ്ടയ്ക്ക് പിടിക്കുമ്പോഴേക്കും വെള്ളമായിട്ട് ശുശ്രൂഷകർ വരും. പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരുമില്ല.
പാലക്കാട് ടൗണിലെ കുറെ കൊതുകുകൾ മാത്രമുണ്ട് കൂട്ടായിട്ട്. അന്ന് പ്രാർത്ഥിക്കുന്ന, നന്നായി ശുശ്രൂഷ ചെയ്യുന്ന പലരും അച്ഛനോടൊന്ന് പറഞ്ഞു, എന്നാലും പിതാവ് ചെയ്തത് വല്ലാത്തൊരു കടുങ്കയായിപ്പോയി. ശുശ്രൂഷയിലൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും അവിടുന്ന് പറിച്ച് നട്ടു. ഒത്തിരിയേറെ ആൾക്കാർ അങ്ങനെ പലപ്പോഴും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ തന്നപ്പോൾ വല്ലാതെ കഷ്ടമായിപ്പോയി, ഇവിടെ ആരും ഇല്ല അല്ലേ, പാട്ടുകാരും ഇല്ല, ശുശ്രൂഷകരും ഇല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ കർത്താവ് തന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. അധികാരികളിലൂടെ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 5-6 മാസം അങ്ങനെയുള്ള ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തൊടുപുഴ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാലക്കാടേക്ക് വന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന് സന്ദേശം കൊടുത്താണ്, ഇതാ കർത്താവ് പാലക്കാട് കുട്ടികൾക്കും യൂത്തിന് വേണ്ടി ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി വന്ന് അച്ഛനോടത് പറഞ്ഞു, ഇങ്ങനൊരു സെന്റർ തുടങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ബേസിക് പോളിസി ഇതാണ്, കെട്ടിടം പണി ഞാൻ പൗരോഹിത്യ ജീവിതം ചെയ്യത്തില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം അച്ഛന്മാർക്കില്ല. പക്ഷെ അങ്ങനെ തീരുമാനം പണ്ടേ എടുത്തു വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാനെന്തായാലും കെട്ടിടം പണി ചെയ്യില്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ പിതാവിനോട് പോയി പറഞ്ഞോ. ഇദ്ദേഹം പിതാവിനോട് പോയി പറഞ്ഞു, പിതാവേ, ഇവിടെ പാലക്കാട് ഒരു സെന്റർ തുടങ്ങാൻ, കുട്ടികൾക്കൊരു സെന്റർ തുടങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു, അത് നല്ല കാര്യമാണ്, പക്ഷെ ഫണ്ട് എവിടുന്ന് കിട്ടും? പാലക്കാട് രൂപത്തിൽ പാവപ്പെട്ട രൂപതയാണ്, അവിടെ ഫണ്ടൊന്നും കിട്ടുക എളുപ്പമല്ല. അപ്പോൾ പിതാവ് ചോദിച്ചു, ഫണ്ട് എവിടുന്ന് കിട്ടും? ഇദ്ദേഹം പറഞ്ഞു, പിതാവെ, ഫണ്ടിനെ കുറിച്ച് പിതാവ് വിഷമിക്കുകയേ വേണ്ട, എനിക്ക് ഒത്തിരി ആൾക്കാർ പരിചയമുള്ളൊരു വിദേശത്തുണ്ട്, ഞാനൊരു 80 ലക്ഷം 90 ലക്ഷം പിരിച്ചു തന്നേക്കാം, പിതാവ് പെർമിഷൻ മാത്രം കൊടുത്താൽ മതി. പിതാവ് നോക്കിയപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരച്ഛൻ ഫ്രീ ആയിട്ടുണ്ട്, കാശ് കൊടുക്കാൻ ആൾക്കാരുണ്ട്, പിതാവ് പറഞ്ഞു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, കെട്ടിടം പണി എനിക്ക് വലിയ വശമില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, രൂപതയിലെ പ്രൊക്യുറേറ്റർ അച്ഛൻ, ഫിനാൻസ് ഓഫീസർ, ആ അച്ഛൻ നന്നായി പണിയൊക്കെ അറിയാം, അച്ഛനെയും കൊണ്ട് പണി ചെയ്യിക്കാം. ഞാൻ പറഞ്ഞു, ഓക്കെ പിതാവേ, ഞാൻ ശുശ്രൂഷ ചെയ്തോളാം, കാശ് ഒരാൾ തരും, കെട്ടിടം പണി വേറൊരാൾ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊക്കെ സാമ്പത്തിക മാന്ദ്യം വന്നത്. 90 ലക്ഷം തരാമെന്ന് പറഞ്ഞ ആൾക്ക് 5 പൈസ തരാൻ പറ്റിയില്ല. ആ സമയം കൊണ്ട് പലരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങി നല്ലൊരു കെട്ടിടത്തിൻ്റെ തറ കെട്ടിയിട്ടു. തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നാണക്കേടിലായിരുന്നു, പക്ഷെ തുടങ്ങിപ്പോയി. പിന്നെ ആശ്വാസം, പണി അറിയുന്ന അച്ഛൻ കൂടെ ഉള്ളതാണ്. അപ്പോഴാണ് അച്ഛന് അറ്റാക്ക് വന്നു, അച്ഛന് ഇനി ഒന്നും ചെയ്യാൻ വയ്യ. നിങ്ങൾക്കിരുന്ന് ചിരിക്കാം, അന്ന് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാനെന്ന് കർത്താവിനോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, അട്ടപ്പാടിയിൽ നിന്ന് ട്രാൻസ്ഫർ വന്നത് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ ഒരു നാണം കെട്ട പരിപാടിക്ക് എന്നെ എന്തിനാ കൊണ്ടുവിട്ടത്? ഞാൻ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കാൻ വേണ്ടി വന്നിരുന്നല്ലേ. പക്ഷേ ധ്യാനകേന്ദ്രം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് തൊടുപുഴയിൽ ഒരാളെ കൊണ്ടുവന്നു, കാശ് തരാമെന്ന് പറഞ്ഞ് പിതാവിനോടും പോയി പറഞ്ഞു. അവസാനം ഇപ്പം കാശും ഇല്ല, ധ്യാനകേന്ദ്രവും ഇല്ല, ഒരു തറ മാത്രമുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കും, അച്ഛാ എന്തായി, എന്നാ വെഞ്ചരിപ്പ്? വെഞ്ചരിപ്പ് പോയിട്ട് ഇത് ഒരച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷം അധ്വാനിച്ചാൽ പോലും ഇതിൻ്റെ മുകളിൽ ഒരു ഷെഡ് പോലും കെട്ടാൻ വേണ്ടി പറ്റില്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പലപ്പോഴും ശാലോമിൻ്റെ നൈറ്റ് വിജിലും ശാലോമിലെ പല എഡിറ്റോറിയലുകളൊക്കെ ആ നാളുകളിൽ ഒത്തിരിയേറെ ആശ്വാസം പകർന്നിരുന്നു. അതോടൊക്കെയാണ് അന്നിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ചില ചെറുപ്പക്കാരെ കൂട്ടത്തിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരെ കൂട്ടത്തിൽ ചേർത്തു. അവരിന്ന് പ്രാർത്ഥനയായി. പ്രാർത്ഥിച്ച് ഇന്ന് 4 വർഷത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ 100-200 പേർക്ക് ധ്യാനിക്കാവുന്ന ഒരു സ്ഥലമായി കർത്താവ് അതിനെ മാറ്റി. ഹല്ലേലൂയ. ഇന്ന് ടീമങ്ങൾ കൂടുമ്പോൾ കർത്താവിന് നന്ദി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവെ, അന്ന് 90 ലക്ഷം തരാമെന്ന് പറഞ്ഞത് തരാതിരുന്നതിന് നന്ദി പറയുന്നു. കാശ് കൂടിപ്പോയിട്ടല്ല, കാരണം അന്ന് കാശ് കിട്ടാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന കുറച്ച് പേർ ഒരുമിച്ച് കൂടി ഇവരിരുന്ന് പ്രാർത്ഥിച്ചു. ഓരോ ഇഷ്ടിക, ഓരോ സ്റ്റൂള്, ഓരോ ഷീറ്റ്, ഓരോ ബെഞ്ച് എല്ലാം പ്രാർത്ഥിച്ച് നേടി. ഇന്ന് ഒരു 150-200 പേർക്കുള്ള ധ്യാനകേന്ദ്രമായപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ 70ഓളം പേരെ മുഴുവൻ സമയം ശുശ്രൂഷകരെ, കഷ്ടപ്പാടിലും ഞെരുക്കത്തിലും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പറ്റുന്നവരെ കർത്താവ് ഒരുക്കി ചേർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഒരു അനുഗ്രഹം തരാൻ ഒരുങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു കഷ്ടപ്പാടിൻ്റെ, ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടമുണ്ട്.
മോശയുടെ ജീവിതത്തിൽ കാലഘട്ടം വന്നു, ഞെരുക്കത്തിന്റെ കാലഘട്ടം, കഷ്ടപ്പാടിന്റെ കാലഘട്ടം. മോശ ആ ഞെരുക്കത്തിൽ പതറിയില്ല. മോശ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ് മോശ പ്രവാചകൻ. എന്നാൽ ദൈവം അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയ ചില വ്യക്തികളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ 13ഉം 14ഉം അധ്യായങ്ങളിലാണ്. ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കർത്താവ് നയിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അത് ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി തരാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു ലക്ഷ്യം മുൻപിൽ വെച്ച് ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 ഗോത്രങ്ങൾക്കും കാനാൻ ദേശം സമാധാനമായി താമസിക്കാൻ പറ്റിയ സ്ഥലമായി കൊടുക്കണം. ഇതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. എന്നിട്ട് 13ആം അധ്യായത്തിൽ, സംഖ്യയുടെ പുസ്തകം 13ആം അധ്യായം 1-2 വാക്യങ്ങളിൽ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കുവാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ പറഞ്ഞയക്കുക. 12 ഗോത്രത്തിൽ നിന്ന് ഓരോ തലവന്മാരെ പറഞ്ഞയച്ച് കാനാൻ ദേശം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ 12 നേതാക്കളും കാനാൻ ദേശത്ത് പോയി അവിടെയുള്ള ഓരോ വസ്തുപദാർത്ഥങ്ങൾ കണ്ടു, ആൾക്കാരെ കണ്ടു, മുന്തിരിക്കുലയെ കണ്ടു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ 13ആം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു മുന്തിരിക്കൊലയെ കുറിച്ച് പറയുന്നു. അവർ യഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടി മുറിച്ചെടുത്ത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ട് പോന്നു. ഹല്ലേലൂയ. ഒരു മുന്തിരിക്കൊല, ഒരു മുന്തിരിക്കമ്പ് 2 പേർ ചേർന്ന് ചുമന്നുകൊണ്ട് വരിക. രാജാക്കന്മാരെ പണ്ട് കാലത്ത് പല്ലക്കിൽ ഏറ്റിയിരുന്നത് പോലെ 2 പേര് ചേർന്നിട്ടാണ് ഒരു മുന്തിരിക്കൊമ്പ്, ഒരു മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രയും കാലം ജീവിച്ചിട്ട് ഇതുപോലത്തെ ഒരു മുന്തിരിക്കൊല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഇത്തിരി പോകുന്ന മുന്തിരി കഴിക്കുന്ന നമുക്ക് 50ഉം 70ഉം 100ഉം 110ഉം കിലോ ഉണ്ടെങ്കിൽ 2 പേര് ചുമക്കുന്ന മുന്തിരിക്കൊലയുടെ വലിപ്പമുള്ള ആ മുന്തിരിക്കൊല കഴിക്കുന്നവരുടെ ആരോഗ്യം എന്തായിരിക്കും? ഹല്ലേലൂയ. ഈ 12 ഗോത്രതലവന്മാര് കാനാൻ ദേശത്ത് പോയി അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് 27 മുതലുള്ള വാക്യങ്ങളിൽ, 13ആം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ അവര് മോശയോടും ജനത്തോടും പറയാണ്, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണ് അത്, ഇതാ അവിടുത്തെ പഴങ്ങൾ, എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. എന്ന് വെച്ചാൽ നമ്മളിനി ആ വഴിക്ക് പോകണ്ട. ഹല്ലേലൂയ. അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. അനാക്കിമിന്റെ മക്കള്, ഗോലിയാത്തിനെ പോലത്തെ വലിയ ആളുകൾ അവിടെയുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മൾ പോയാൽ പ്രശ്നമാകും. 12 നേതാക്കളിൽ ബഹുഭൂരിപക്ഷം നേതാക്കൾ പറഞ്ഞു അങ്ങോട്ട് പോയാൽ പ്രശ്നമാണ്. എന്നാൽ 13ആം അധ്യായത്തിൽ 30ാമത്തെ വാക്യത്തിൽ മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശമാക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 12 നേതാക്കള് കാനാൻ ദേശം കാണാൻ വേണ്ടി പോയതിൽ 10ഓളം നേതാക്കള് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുമ്പോൾ കാലബും ജോഷുവയും മോശയോട് പറയുകയാണ്, നമുക്കുടനെ പോയി ആ ദേശം കൈവശമാക്കാം. ഹല്ലേലൂയ. ഈ ജോഷുവും കാലബും ആ വലിയ മല്ലന്മാരെ കണ്ടതാണ്, വലിയ മുന്തിരിക്കുലയെ കണ്ടതാണ്. പക്ഷെ അവരുടെ മനസ്സ് പതറിയില്ല. 10 ഗോത്രതലവന്മാരുടെ മനസ്സ് പതറി. അവര് വിശ്വാസം ക്ഷയിച്ചു. അവര് പറഞ്ഞു അങ്ങോട്ട് പോയ പ്രശ്നമാണ്. 13ആം അധ്യായത്തിൽ 33ാമത്തെ വാക്യത്തിൽ 10 നേതാക്കള് വളരെ ദയനീയമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നെഫിലിമിൽ വന്ന അനാക്കിമിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. വളരെ അഭിമാനബോധമുള്ള ഇസ്രായേൽക്കാര്, ഗോത്രതലവന്മാര് പറയാണ്, കാനാൻ ദേശത്തെ ജനത്തിന് മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന്. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ വിട്ടിലിനെ പിടിച്ചൊന്ന് ഞെക്കുന്ന പോലെ നമ്മളെ പിടിച്ച് ഞെക്കും. എല്ലാ ഇസ്രായേൽക്കാരുടെയും സ്ഥിതി അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 12 നേതാക്കൾ പോയി 10 പേര് പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കാനാൻ ദേശത്തേക്ക് പോകാൻ പറ്റുമോ?
ഈ 10 തലവന്മാര് പറഞ്ഞ കാര്യം വിശ്വസിച്ച് മോശ ഇരുന്നാൽ എന്നെങ്കിലും ഒരു തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശം ഇസ്രായേലിന് സ്വന്തമാകുമോ? എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ ഇസ്രായേൽക്കാർക്കും തേനും പാലും ഒഴുകുന്ന ദേശം കൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതാണ്. എന്നാൽ ഈ 10 നേതാക്കൾ പറഞ്ഞു അവിടേക്ക് പോയാൽ പ്രശ്നമാണ്. 14-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഈ ജോഷുവയും കാലബും പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോഷുവയും കാലബും ശത്രുവിന്റെ ശക്തിയിലേക്കല്ല നോക്കുന്നത്, മറിച്ച് സൈന്യങ്ങളെ കർത്താവായ ദൈവത്തിലേക്ക് നോക്കി. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ, സൈന്യങ്ങളെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഈ ദേശം നമുക്ക് സ്വന്തമായി തരും. ഇവരുടെ ആശ്രയം എവിടെയാ? മനുഷ്യരിലാണോ? ശത്രുവിന്റെ ശക്തിയെ നോക്കി ഇവർ ആകുലപ്പെടുന്നില്ല. ശത്രുവിന്റെ കഷ്ടപ്പാടുകൾ നോക്കി, ശത്രു ഉണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾ നോക്കി ഇവർ ആകുലപ്പെടുന്നില്ല. ഇവർ നോക്കുന്നത് കർത്താവിന്റെ ശക്തിയിലേക്കാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആകുലപ്പെട്ട് നടക്കുന്നത്? ശത്രുവിന്റെ ശക്തിയെക്കുറിച്ചാണോ? നമ്മുടെ ബലഹീനതകളെ കുറിച്ചാണോ? അതോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണോ? ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കഴിഞ്ഞ 8 വർഷത്തെ അനുഭവത്തിൽ ഏതൊക്കെ മേഖലയിലാണോ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളത്, ആ കഷ്ടപ്പാടിന്റെ മേഖലകളിലാണ് ദൈവമായ കർത്താവ് ഏറ്റവും കൂടുതൽ അഭിഷേകം ചെയ്തുയർത്തിയിട്ടുള്ളത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2005 പട്ടം സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു ആകുലത ഉണ്ടായിരുന്നു. ആകുലത ഇതാണ്: എങ്ങനെയാണ് ആളുകളെ നോക്കി കുർബാന അർപ്പിക്കുക? അൽത്താരവാനായി കയറുമ്പോൾ പേടിച്ച് ഒന്നുകിൽ പുസ്തകം താഴെ വീഴും, അല്ലെങ്കിൽ ഞാൻ താഴെ വീഴും. വെള്ളവും വീഞ്ഞും എടുത്തു കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പൂൺ താഴെ വീഴും, അല്ലെ അടപ്പ്. നിങ്ങൾക്കിത് ചിരിക്കാം, പക്ഷെ അൽത്താരവാനിലെ സ്ഥിതി ആ കാലഘട്ടത്തിൽ പട്ടം കിട്ടുന്ന സമയത്ത് ഞാൻ ആത്മാർത്ഥമായി ചങ്ങനാശ്ശേരി അതിരൂപതയെ സ്നേഹിച്ചു. കാരണം അവിടെ കുർബാന ജനത്തെ നോക്കിയല്ല, ആൾക്കാരെ നോക്കിയാണ്. അപ്പൊ ആൾക്കാരെ നോക്കണ്ടല്ലോ. പക്ഷെ ഞാൻ പാലക്കാട് രൂപതക്കാരനായി, നിവൃത്തിയില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ അത്രയും പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്ന ജീവിതമായിരുന്നെങ്കിലും പിന്നീട് കർത്താവിനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലാണ് കർത്താവ് കൊണ്ടു നിർത്തുന്നത്. ഒരു പേടിയും, ഏറ്റവും ഭയപ്പെട്ടിരുന്നത്, ഭയം കാരണം പട്ടം സ്വീകരിക്കാതെ പോയാലോ എന്ന് പോലും ചിന്തിച്ചിരുന്നത്, വേറെ പ്രലോഭനമല്ല, ഭയം കാരണം പട്ടം സ്വീകരിക്കാതെ പോയാലോ എന്ന് പോലും ചിന്തിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ ആ ഭയത്തിന്റെ മേഖല കർത്താവ് എടുത്തു മാറ്റി. ഇന്ന് ശുശ്രൂഷ മുഴുവൻ സ്റ്റേജേല, ആൾക്കാരില്ലാത്ത ശുശ്രൂഷ ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് അന്ന് ധോണിയിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു കിച്ചൺ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ. ഒരിക്കൽ ഇദ്ദേഹം ചില പ്രത്യേക കാരണങ്ങളാൽ അവിടെ വിട്ടുപോയി. അച്ഛൻ്റെ കൂടെ 10-20 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് അൽമായ സഹോദരന്മാരുണ്ട്. ഈ ഉള്ള ആർക്കും ഭക്ഷണം കഴിക്കാൻ അറിയുന്നല്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല. കുക്ക് പോവുകയും ചെയ്തു. പിന്നെ അന്നുണ്ടായിരുന്ന ഞങ്ങളെല്ലാം എല്ലാ ദിവസവും കഞ്ഞിയും പയറും മാത്രം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്നെല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും തരണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, 4 വർഷത്തിനുള്ളിൽ 9-10 മെയിൻ കുക്കുമാര് അച്ഛൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് പണിയെടുക്കാൻ പണിയില്ല, ബാക്കി സമയം മധ്യസ്ഥ പാത്രം ഇരിക്കുക. ഹല്ലേലൂയ. ഏത് മേഖലയാണോ ഏറ്റവും കൂടുതൽ ഞെരുക്കം അനുഭവിച്ചത്, ആ മേഖലകളിൽ കർത്താവ് അഭിഷേകം ചെയ്തുയർത്തി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയാണോ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, ആ മേഖലയിൽ പുതിയൊരു അഭിഷേകം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ഞെരുക്കം അനുഭവിക്കുന്നവര് ആ മേഖലയിൽ ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കണം. മക്കളില്ലാത്ത വേദനയുമായിരിക്കുന്നവര് നിങ്ങൾ ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കണം. ഈ പുതുവർഷത്തിൽ സന്താനങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കും. സ്വന്തമായി വീടില്ലാതെ വേദനിക്കുന്നവര് ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കണോ, കർത്താവ് സ്വന്തമായി ഒരു വീട് നൽകും. വിശ്വാസത്താൽ അത് കാണണം. ജോലിയില്ലാതെ ക്ലേശത്താൽ മുന്നോട്ട് പോകുന്നവര് നിങ്ങൾ വിശ്വാസം കാണണം. കർത്താവ് ജോലി തരും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്താനങ്ങളില്ലാതിരുന്ന അബ്രാഹത്തിനും സാറായിക്കുമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തതികൾ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ ഏത് മേഖലയിൽ നമ്മൾ ഞെരുക്കപ്പെടുന്നുവോ ആ മേഖല
അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിശ്വസിക്കണം. ഒരു നിമിഷം വലതുകരം ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ഒരുക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകളെ കഷ്ടപ്പാടുകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ ഇടയാക്കരുത്. ഞെരുക്കത്തിലും കഷ്ടപ്പാടുകളിലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കരബലം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ സ്വർഗത്തിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ, ദൈവത്തിന്റെ കരം പ്രകടമാകുന്ന തിരിച്ചറിയുവാൻ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. കർത്താവ് ഈ ദേശം ഇസ്രായേൽ ജനം സ്വന്തമായി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ജോഷുവയും കാലവും പറഞ്ഞു, നമുക്ക് ആ ദേശം പോയി സ്വന്തമാക്കാം. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ തുറന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എല്ലാ ഗോത്രങ്ങൾക്കും വേണ്ടി കാനാൻ ദേശം കൊടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചിരുന്നെങ്കിലും കർത്താവ് വാക്ക് മാറ്റുകയാണ്. 21-ാമത്തെ വാക്യം മുതൽ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നാൽ ഞാനാണ് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണ് കർത്താവായി ഞാൻ പറയുന്നു. അടുത്ത വാക്യങ്ങളിൽ കർത്താവ് തുടരുകയാണ്, എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിലാരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വാഗ്ദാന ദേശം കൊടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചെങ്കിലും ആരാണോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിച്ചത്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിച്ചത്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി സംസാരിച്ചത്, അവരെ കുറിച്ച് പറയുന്നു, അവരാരും ഈ ദേശത്തെ കാല് കുത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്യും, അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും. അതേസമയം എൻ്റെ ജീവിതത്തിലൊന്നും ദൈവം ഇടപെടത്തില്ലല്ലോ, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഇനി രക്ഷയൊന്നുമില്ല, നശിക്കാറായി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയും, നിന്റെ വിശ്വാസം പോലെ കർത്താവിന്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിച്ചവർക്ക് അത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പഠിപ്പിക്കുന്നു, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എൻ്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണോ വിശ്വാസത്താൽ കാണുന്നത്, വിശ്വാസത്താൽ എന്ത് നമ്മൾ സ്വപ്നം കാണുന്നു, ആ മേഖലയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. ഓർക്കുകയാണ്, പാലക്കാട് കുട്ടികളുടെ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി പോകുമ്പോൾ കീബോർഡ് കൊണ്ടുപോകണം, സൗണ്ട് ബോക്സ് കൊണ്ടുപോകണം. ഇടവള്ളി കൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട് വണ്ടിയില്ല, പലരുടെയും വണ്ടി വിളിച്ച് പല കരിസ്മാറ്റിക് ലീഡേഴ്സും അവരെ വണ്ടിയായിട്ട് വരും, പല വണ്ടികളിൽ ധ്യാനത്തിന് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ ഒരു പ്രേരണ തന്നു, ഒരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സൈക്കിൾ വാങ്ങാനുള്ള കാശ് പോലും കയ്യിലില്ല, എങ്കിലും മനസ്സിലൊരു പ്രേരണ, ഒരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 10-15 ടീമങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ടീമിൽ അച്ഛനോട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ നമുക്കൊരു വണ്ടിയുടെ കൊട്ടേഷൻ വാങ്ങാം. ഞാൻ ചോദിച്ചു, എന്ത് വണ്ടിയുടെയാണ്? നമുക്കൊരു 18 സീറ്റുള്ള ടെമ്പോ ട്രാവലറിന്റെ കൊട്ടേഷൻ വാങ്ങിയിട്ട് വരാം. ഞാൻ പറഞ്ഞു, വാങ്ങിയിട്ട് പോര്, പടമെങ്കിലും കിട്ടുമല്ലോ. ഒരു നല്ല പടം പാലക്കാടുള്ള കമ്പനിയിൽ ചെന്ന് അവർ വാങ്ങിയിട്ട് പോന്നു. നോക്കുമ്പോൾ നല്ലൊരു ടെമ്പോ ട്രാവലർ, 18 സീറ്റിന്റെ ഒന്നാന്തരം ടെമ്പോ ട്രാവലർ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിന്റെ വില എത്ര? അച്ഛാ ഇതിന് 7 ലക്ഷം രൂപയാണ്, ടാക്സ് ഒക്കെ ആകുമ്പോൾ 8 ലക്ഷം ഒക്കെ ആകും. അപ്പൊ കാശ് ആര് തരും? പടം അച്ഛൻ ആദ്യം കിട്ടി, ഇത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ ആ കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്, ഈ ഷാലോം TV തുടങ്ങുന്നതിന് മുമ്പ്
ശാലോമിന്റെ ആദ്യ കാലത്തെ ശുശ്രൂഷകര് ഒരു കാലി പെട്ടി വെച്ച് 5-6 വർഷം ടെലിവിഷനിലൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ബെന്നി സാറ് ഏതോ ഒരു എഡിറ്റോറിയൽ എഴുതിയത് സെമിനാറിയിലായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അത് ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു ബോധ്യമായി കടന്നിരുന്നുകൊണ്ട് ഞങ്ങൾ ടീമങ്ങളോട് പറഞ്ഞു, ഉള്ളവരോട് പറഞ്ഞു. അന്നേരം 7 സിസ്റ്റേഴ്സ് ഉണ്ട്, 2-3 അൽമായ സഹോദരന്മാരുണ്ട്. അവരും ഈ സിസ്റ്റേഴ്സ് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ പടം, ടെമ്പോ ട്രാവലിന്റെ പടം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നല്ല 1-ാം തരം വണ്ടിയാണ്, ഇത് കിട്ടിയാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യാം. ഇത് ഈ 7 സിസ്റ്റേഴ്സും 2-3 അൽമായരും ഇവർ ഈ പടം വാങ്ങി. പിന്നെ ഈ പടം വെച്ചാണ് പ്രാർത്ഥന. പാലക്കാട് യുവക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് മുറികളിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു മുറിയിൽ മാതാവിൻ്റെ ഒരു പടം വെച്ച്, സക്രാരി പോലും ഇല്ല, മാതാവിൻ്റെ പടം വെച്ച് ഈ ടീമങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല 1-ാം തരം വണ്ടി. ഒരിക്കൽ അച്ഛൻ ശുശ്രൂഷയ്ക്ക് പുറത്തുപോയി, ഒറ്റയ്ക്ക് ശുശ്രൂഷയ്ക്ക് പുറത്തുപോയി തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ടെമ്പോ ട്രാവലിന്റെ പടത്തിന് മുകളിൽ കൂടെ ഇതാ ആരൊക്കെയോ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ട പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. നല്ല 1-ാം തരം പടമായിരുന്നല്ലോ, ആരാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഉടനെ ചില സിസ്റ്റേഴ്സ് പറഞ്ഞു, അച്ഛാ, അത് വണ്ടി കിട്ടിക്കഴിയുമ്പോ ഏത് സീറ്റാ വേണ്ടതെന്ന് ഞങ്ങൾ എഴുതി വെച്ചതാണ്. പറഞ്ഞു, അച്ഛനും ഞങ്ങളൊരു സീറ്റ് വെച്ചിട്ടുണ്ട്, മുമ്പിൽ ഇടതുവശത്ത് 2-ാമത്തെ സീറ്റ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അന്ന് ഇപ്പൊ പലരും ചിരിച്ചതുപോലെ മനസ്സിൽ ചിരി വന്നതിൽ ഞാൻ പുറത്ത് കാണിച്ചത്, കാരണം ധ്യാനകേന്ദ്രം ഡയറക്ടർ ചിരിക്കാൻ പാടില്ലല്ലോ. ഇവിടെ ആ പടം വെച്ച് 1 മാസം പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസമില്ല. 1.5 മാസമായി, ഒരു വ്യത്യാസമില്ല. വേറെ ഒന്നുമില്ല, കർത്താവ് അന്ന് വേറെ പണിയൊന്നുമില്ല, പുറം ശുശ്രൂഷയ്ക്ക് അധികം പോകുന്നില്ല, ടീമങ്ങൾ ശുശ്രൂഷിക്കാൻ പരിചയമായിട്ടില്ല. 1.5 മാസം ഈ പടം വെച്ച് പ്രാർത്ഥിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ഫോൺ കോള്. റെനിയച്ചനല്ലേ? അത് റെനിയച്ചനാണ്. അച്ഛാ, നിങ്ങളൊരു വണ്ടിക്ക് വേണ്ടി അന്വേഷിക്കുന്നത് പറയുന്നല്ലോ. ആ, അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയോ? കിട്ടിയിട്ടില്ല. എന്ത് വണ്ടിയാണ്? ഒരു ടെമ്പോ ട്രാവലറാണ്. എത്ര ലക്ഷം രൂപയാകും അച്ഛാ? അത് 7 ലക്ഷം രൂപയാകും. പിന്നെ കുറച്ചു നേരം ഫോണിന്റെ മറുവശത്ത് ഒരു അനക്കവും ഇല്ല. ചേട്ടാ, ആ അച്ഛാ, ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. എന്താ ചേട്ടാ? അതെ, ഞാനൊരു വണ്ടി വാങ്ങി തന്നാൽ വല്ല വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു വിരോധവും ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1.5 മാസം ഒരു ടെമ്പോ ട്രാവലിന്റെ പടം വെച്ച് മാതാവിന്റെ ഇതുപോലെ രൂപത്തിന് മുമ്പിൽ 7 സിസ്റ്റേഴ്സും 2 അൽമായ സഹോദരന്മാരും ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾക്കൊരു വണ്ടി വേണം, വണ്ടി വേണം, വണ്ടി വേണം ഇരുന്ന് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ടവരെ, പാലക്കാട് രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു വണ്ടി ആരെയും സ്പോൺസർ ചെയ്തത് ആ ഒരു വണ്ടിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം ദർശനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, വിശ്വാസം കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് അത് നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ജോഷയെ കുറിച്ച് കാലബിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ജോഷയും കാലബും അവർ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. ഈ പുതുവർഷത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അനേകം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിലേക്ക് നമ്മൾ ഒറ്റുനോക്കും? പ്രത്യാശയോടെ. KJ സാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് നോക്കുമോ, അതോ പ്രതികൂലങ്ങളിലേക്കും ഞെരുക്കങ്ങളിലേക്കും നോക്കി മനസ്സ് പതറിയിരിക്കുമോ? ഞെരുക്കങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ല. കർത്താവിന് പോലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. കാരണം നമ്മൾ വിശ്വാസമില്ല, പ്രത്യാശ ഉപേക്ഷിച്ചു. അതേസമയം ഞെരുക്കത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും കണ്ണീരിന്റെ അനുഭവത്തിലാണെങ്കിലും ഇന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനെ ആരാധിക്കാൻ പറ്റിയാൽ, നമ്മുടെ പ്രത്യാശ ഏറ്റുപറയാൻ വേണ്ടി പറ്റിയാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൽ അച്ഛനും ടീമും ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കൺവെൻഷനാണ്. ഒരു ശനിയാഴ്ച രാവിലെ തുടങ്ങി വൈകുന്നേരം കൺവെൻഷൻ തീരും. കൺവെൻഷനിൽ അനേക കാര്യങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ലഘുഭക്ഷണ ശുശ്രൂഷയെ കഴിഞ്ഞ് ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ജനത്തിന്റെ ഒരു പ്രത്യേകത, നിലവിളിച്ച് കർത്താവിനെ വിളിക്കുന്നവരാണ്. നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവര്. സ്തുതിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്തുതിപ്പ് നിർത്താൻ വേണ്ടി നമ്മൾ പറയണം, അതുവരെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ അങ്ങനെ ശുശ്രൂഷ നടക്കുമ്പോൾ ആലപ്പുഴ ഭാഗത്തുനിന്ന് ഒരു വ്യക്തി അവിടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. കൺവെൻഷനിൽ അവിടെ ഏറ്റവും പുറകിൽ എവിടെയോ ഇരിക്കുന്നത്. അച്ഛന്മാരെ കാണാൻ പറ്റിയില്ല, സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റിയില്ല, കൗൺസിലേഴ്സിനെ കാണാൻ പറ്റിയില്ല. ഉച്ചയ്ക്കാണ് ഈ മനുഷ്യൻ വരുന്നത്. ലഘുഭക്ഷണം കഴിച്ച് ഈ മനുഷ്യൻ ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ ആരാധന സമയമായി. ആരാധന സമയത്ത് ഈ മനുഷ്യൻ വലിയവായി നിലവിളിച്ച് കരയുന്നത് മറ്റു പലരും ശ്രദ്ധിച്ചു. എന്തോ ഒരു അബ്നോർമാലിറ്റി പോലെയൊക്കെ.
എന്തൊക്കെ കാര്യം എണ്ണിപ്പെറുക്കി പറയുന്നു. അന്ന് ശുശ്രൂഷയെ ശ്രദ്ധിച്ചു, കുഴപ്പമില്ല, ആ മനുഷ്യൻ കുഴപ്പമില്ല, തിരിച്ചു പോയി. പിറ്റേ മാസം കൺവെൻഷൻ നടക്കുമ്പോൾ ഈ മനുഷ്യൻ വലിയ സന്തോഷത്തോടുകൂടി കൺവെൻഷൻ തുടങ്ങുന്ന മുമ്പേ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയണം. ശുശ്രൂഷ ചോദിച്ചു, എന്താ പ്രശ്നം? കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിന്റെ കരച്ചിലും നിലവിളിയും ചില അബ്നോർമാലിറ്റി പോലെയൊക്കെ തോന്നിയ ശുശ്രൂഷകരെ ഇദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിച്ചു പറഞ്ഞു, എന്താ പ്രശ്നം, കാര്യം പറ. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛനെ കാണണം, സാക്ഷ്യം പറയാനാണ്. ശുശ്രൂഷകര് ഈ മനുഷ്യനെ കൊണ്ട് ആ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ധ്യാനത്തിന്റെ സംഗീതത്തിലേക്ക് വന്നു. ഈ മനുഷ്യൻ 60 വയസ്സുള്ള ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ മകന്റെ മകൻ 4 വയസ്സുള്ള ഒരു ആൺകുട്ടി ജനിച്ചപ്പം മുതൽ തളർന്നു കിടക്കുകയാണ്. പെടലി ഉറച്ചിട്ടില്ല, പേശികൾക്ക് ബലമില്ല, എന്തോ ഒരു അജ്ഞാത രോഗം. ഡോക്ടർമാരെ പറയുന്ന ഒന്നും ചെയ്യാനില്ല. 4.5 വർഷത്തോളമായി ഈ കുഞ്ഞ് ആലപ്പുഴയുള്ള വീട്ടിലെ കട്ടിലേക്ക് കിടക്കുകയാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾ എല്ലാ ദിവസവും കണ്ണീരിലാണ്, വേദന. കുടുംബാംഗങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഒത്തിരിയേറെ ദുഃഖം. അവർക്ക് ഓണവും ക്രിസ്മസോ ഈസ്റ്റർ ഒന്നുമില്ല, എല്ലാ ദിവസവും കണ്ണീര് മാത്രം, വേദന മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഈ ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പേരക്കുട്ടിയെ, എൻ്റെ ഈ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ഇദ്ദേഹം ഈ സങ്കടം കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ പുറകിൽ നിന്ന് കർത്താവിനോട് നിലവിളിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് ശുശ്രൂഷകർക്ക് തോന്നി, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അന്നാ മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് ആലപ്പുഴയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു 5 മണി ആയപ്പോഴേക്കും എത്തിയപ്പോൾ കാണുന്നതാ ഒത്തിരിയേറെ ആൾക്കാർ വീടിന്റെ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി ഈ മനുഷ്യൻ ഓടിച്ചെന്നപ്പോഴേക്കും മരുമോള് പോർട്ടിക്കോ ഒന്ന് ഓടി വന്നു കരഞ്ഞോണ്ട്, അപ്പച്ചാ, നമ്മുടെ കുട്ടൻ എഴുന്നേറ്റു. ഈ മനുഷ്യൻ അന്തം വിട്ട് ഓടി ചെല്ലുമ്പോഴേക്ക് കാണുന്ന കാര്യം, 4.5 വർഷമായി തളർന്ന് കട്ടിലേക്ക് കടന്നിരുന്ന ഈ കൊച്ച് പോർട്ടിക്കോളെ ഭിത്തിയെ പിടിച്ച് പിച്ച വെച്ച് നടക്കാൻ വേണ്ടി നോക്കുക. ഈ മനുഷ്യൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ ഈ മോള് പറഞ്ഞു, അപ്പച്ചാ, ഒരു 3:30 മണി സമയത്ത് കൊച്ച് കട്ടിലേക്ക് കടന്ന് കരയുന്ന കേട്ടിട്ട് ഞാൻ മുറിയിലേക്ക് ഓടിച്ചെന്നാണ്. നോക്കുമ്പോ തളർന്നു കിടന്ന കൊച്ചിതാ മെല്ലെ നിരങ്ങി താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നു. ആ 3:30 മണി സമയത്താണ് ഈ മനുഷ്യൻ ധ്യാനകേന്ദ്രത്തിൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്നുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് നേർന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പിറ്റേ മാസം അനേക കാര്യങ്ങൾ മുമ്പിൽ കാരണമുണ്ട്. ചെത്തിപ്പുഴ ധ്യാനകേന്ദ്രത്തിൽ ഈ മനുഷ്യൻ സ്റ്റേജിൽ വന്ന് പബ്ലിക്കായി പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് പ്രശ്നമായിരിക്കുന്നത് നമുക്കാണ്. നമ്മുടെ ദൈവത്തിന് ഇതൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ. ചെങ്കടലിൽ പ്രശ്നമായിരിക്കുന്നത് മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനുമാണ്. സൈന്യങ്ങളെ കർത്താവിന് ചെങ്കടലൊരു പ്രശ്നമല്ല, അതിലൂടെ വഴിവെട്ടാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കാനായിലെ ശൂന്യമായ ഭരണി ഒരു പ്രശ്നമായിരിക്കുന്നത് നമുക്കാണ്, വീട്ടുകാർക്കാണ്. എന്നാൽ നസ്രാന യേശുവിന് ശൂന്യമായ കൽഭരണി ഒരു പ്രശ്നമല്ല, അത് അവന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സമയമാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ലാസർ മരിച്ച് 4 ദിവസമായി എന്ന് പറഞ്ഞ് പെങ്ങന്മാര് പോലും കല്ലെടുക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുമ്പോ, കർത്താവെ ദുർഗന്ധം വന്നിരിക്കുന്നു പറയുമ്പോൾ അത് മനുഷ്യന്റെ ബയോളജി അനുസരിച്ച് മാനുഷിക ശാസ്ത്രത്തിനാണ് 4-ാം ദിവസം ശരീരം ജീർണിക്കുന്നത്. എന്നാൽ ജീർണിച്ചവനെ ഉയർത്തുന്ന യേശു ഉള്ളിടത്ത് അതൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കാണ് പ്രശ്നം. അത് പ്രശ്നമായിരിക്കുന്നത് നമ്മുടെ ദൈവം കൂടെ ഇല്ലാത്തപ്പോൾ മാത്രമാണെന്ന് തിരിച്ച് അറിയണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ ബലഹീനനാണ്, എനിക്ക് കുറവുണ്ട്, പോരായ്മയുണ്ട്, പക്ഷേ എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതേ ബോധ്യമാണ് ജോഷയ്ക്കുള്ളത്, അതേ ബോധ്യമാണ് കാലേബിനുള്ളത്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മളെ ആ ദേശത്തേക്ക് നയിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ജോഷുവും കാലേബും വിശ്വസിച്ചു. അവർ കാനാൻ ദേശത്തേക്ക് കടന്നു. എന്നാൽ മറ്റ് 10 ഗോത്രത്തലവന്മാർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല. അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ കാനാൻ ദേശം സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹം കരുതി വെക്കാത്തത് കൊണ്ടല്ല, നമ്മളെ അഭിഷേകം ചെയ്യാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച്
അനുഗ്രഹത്തിനും അഭിഷേകത്തിനും വേണ്ടി ദൈവം ഒരുക്കുന്ന ചില വഴികളിലൂടെ കടന്നു പോകാൻ നമ്മൾ വിസമ്മതിക്കുന്നതുകൊണ്ടാണ് പല അഭിഷേകങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരുടെ ജീവിതത്തിലും ഇതിന് വളരെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങളുണ്ട്. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ജീവിതത്തിൽ ഈ പുണ്യവതി ഒത്തിരി പ്രായം കഴിഞ്ഞ് മഠത്തിൽ ചേരുന്ന സമയത്ത് ഈ റീത്ത പുണ്യവതിയുടെ മഠത്തിൽ ഒരു പ്രത്യേക സിസ്റ്റർ ഉണ്ടായും. അദ്ദേഹത്തിന് ഈ റീത്ത പുണ്യവതിയുടെ അധികാരിയായിരിക്കുന്ന മദറിന് ചില സമയങ്ങളിൽ ഈ റീത്ത പുണ്യവതിയോട് ചില അസ്വസ്ഥത, ചില അസൂയ, എപ്പോഴും ഈ റീത്ത പുണ്യവതി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ മദർ ഒരു കാര്യം ചെയ്തു. ഇത് യഥാർത്ഥ വിശുദ്ധിയാണോ എന്ന് പരീക്ഷിക്കണം. അതിനുവേണ്ടി മദർ ചെയ്തൊരു കാര്യം, ഒരു ഉണക്ക മുന്തിരി കമ്പ് എടുത്തിട്ട് റീത്ത പുണ്യവതിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു വിശുദ്ധയല്ലേ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, അതുകൊണ്ട് ഈ മുന്തിരിക്കമ്പ് കൊണ്ടുപോയി തല കീഴായി നാട്ടി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. കിളുത്ത് കഴിയുമ്പോൾ വന്ന് പറയണം. ഇത് വിശുദ്ധയാണോ വിശുദ്ധ അല്ലേന്ന് അറിയാൻ വേണ്ടി മദർ ടെസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ കയ്യിലാണ് ഇങ്ങനെ ഒരു മുന്തിരിക്കമ്പ് വന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? അമ്മച്ചിമാർക്ക് അറിയാം, ഒന്ന് സ്വല്പം കേടായ മീൻ ഭർത്താവ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ വീട്ടിൽ ഭൂകമ്പമാണ്. ഉണക്ക മുന്തിരിക്കമ്പ് റീത്ത പുണ്യവതി കൊടുത്തപ്പോൾ റീത്ത പുണ്യവതി അത് സ്വീകരിച്ചു. മദറോട് ഒന്നും പറയാതെ ഈ മുന്തിരിക്കമ്പ് സസൂക്ഷ്മം കൊണ്ടുപോയി തല തിരിച്ച് നാട്ടി. അല്ലെങ്കിൽ അനുസരണക്കേടാണ്, കൃത്യമായി തല തിരിഞ്ഞാണ് വെക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി അത് വെള്ളമൊഴിക്കാൻ വേണ്ടി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അധികാരി വിളിച്ച് ചോദിക്കും, മുന്തിരി കിളുത്തോ? ഇല്ല. വീണ്ടും ചോദിക്കും, മുന്തിരി കിളുത്തോ? ഇല്ല. റീത്ത പുണ്യവതി ക്ഷമയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചോദിക്കും, മുന്തിരി കിളുത്തില്ലേ? ഇല്ല. 1 വർഷമായി, 1.25 വർഷമായി, 1.5 വർഷമായി. മദർ ചോദിച്ചു, മുന്തിരി കിളുത്തോ? റീത്ത പുണ്യവതി പറഞ്ഞു, മദറെ, മുന്തിരി കിളുത്തു. ഹല്ലേലൂയ. 1.5 വർഷം മുമ്പ് ഉണങ്ങി ചെതുക്കിച്ച ഒരു മുന്തിരിക്കമ്പ് തലകീഴായി നാട്ടി വെള്ളമൊഴിക്കാൻ വേണ്ടി അധികാരി പറഞ്ഞു വിട്ടത്. അത് അധികാരി പറഞ്ഞാൽ അത് വിശ്വസിച്ച് അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോയ റീത്ത പുണ്യവതി തലകുത്തി നാട്ടിയ മുന്തിരിക്കമ്പ് തളിർത്തു. ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും റീത്ത പുണ്യവതിയുടെ അഴുകാത്ത ശരീരമുള്ള സ്ഥലത്ത് അവിടെ ആ മുന്തിരി തളിർത്തു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുന്തിരിക്കമ്പ് ചെതുക്കിച്ചതാണെങ്കിലും അത് നാട്ടുന്നത് തലകീഴായിട്ടാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രകൃതി നിയമങ്ങൾക്കും വിപരീതമായി ദൈവം പ്രവർത്തിക്കും എന്ന് നമ്മൾ തിരിച്ച് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ടാകാം, ഒത്തിരി കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ടാകാം. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയോ പ്രാവശ്യമായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, എത്രയോ പ്രാവശ്യമായി ധ്യാനങ്ങൾ കൊടുക്കുന്നു, എത്രയോ പ്രാവശ്യമായി ദശാംശങ്ങൾ കൊടുക്കുന്നു. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ചുമ്മാ സമയം കളഞ്ഞു എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, അനുഗ്രഹം സ്വീകരിക്കുന്ന കാലത്തിന് അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഗ്രഹം നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച് കെണി ഒരുക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ചെങ്കടലിന്റെ അടുത്ത് പോയി പാളയമടിക്കാൻ വേണ്ടി പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം, പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം. എന്ന് വച്ചാൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇനി മുൻപോട്ടും പുറകോട്ടും പോകാൻ പറ്റാതെ എൻ്റെ ദൈവം മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില ഞെരുക്കത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങൾ അടുത്തു വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഉടനെ ഒരു അനുഗ്രഹം, ഒരു അഭിഷേകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനൊക്കെയാണ് ഒരിക്കലും കുട്ടികളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് കെട്ടിടമണിയുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ ഞെരുങ്ങി ഒത്തിരി ആൾക്കാരോട് സഹായം ചോദിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ, പുതിയ ആൾക്കാരൊന്നുമില്ല. കുട്ടികളിൽ നിന്ന് സംഭാവന കിട്ടില്ലല്ലോ, കുട്ടികളിൽ നിന്ന് ദശാംശം ഇല്ലല്ലോ, കുറച്ച് അറിയാവുന്ന ആൾക്കാർ സ്ഥിരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശുശ്രൂഷകർക്ക് അലവൻസ് കൊടുക്കാനില്ല, പണിക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, ചില ആൾക്കാർക്ക് കാശ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഒരിക്കൽ അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിൽ സക്രാരിയുടെ അടുത്ത് പോയി ബൈബിളും പിടിച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവമേ, നാളെ കാശ് കൊടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ച് കഷ്ടപ്പെട്ട് അന്ന് പള്ളിക്കകത്ത് തന്നെ തളർന്ന് കിടന്നുറങ്ങിപ്പോയി. രാവിലെ കുർബാന സമയമായപ്പോഴേക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പോയി.
അപ്പം ഫോൺ നോക്കുമ്പോഴാണ് രാത്രിയിൽ ഒരു 10:30 സമയത്ത് ഒത്തിരി മിസ് കോള് വന്നിരിക്കുന്നു. പതിവില്ലാതെ ഒത്തിരി മിസ് കോള്, ഒരാൾ തന്നെ വിളിച്ചിരിക്കുന്നു. രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം ഇതാണ്, പാലക്കാട് വള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷകനായിരുന്ന ഒരു വ്യക്തിയാണ് ഇത് വിളിച്ചിരിക്കുന്നത്. എന്നാണോ സാമ്പത്തിക മേഖലയിൽ ഞെരുക്കമായി കഷ്ടപ്പാടായി ബൈബിളും പിടിച്ച് സക്രാരിക്ക് മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് ദൈവമേ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വിഷമിച്ച് പള്ളിക്കകത്ത് തന്നെ കടന്നുറങ്ങിയത്, അന്ന് രാത്രിയിൽ അവിടെ കൺവെൻഷന്റെ സംഘാടകർ തീരുമാനം എടുത്തിരിക്കുന്നു. കൺവെൻഷന്റെ സ്തോത്രക്കാഴ്ച കിട്ടിയതും പിരിച്ച കാശും കൺവെൻഷൻ ചെലവ് കഴിഞ്ഞ് കിട്ടിയ മിച്ചമുള്ള കാശ് മുഴുവൻ കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞെരുക്കത്തിലൂടെ കഷ്ടപ്പാടിലൂടെ പോയി പള്ളിയിൽ തന്നെ തളർന്ന് വീണ് എൻ്റെ ദൈവമേ ഇനി എങ്ങനെ പോകും പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ മനസ്സ് വിഷമിച്ച ദിവസമാണ് അന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പിറ്റേ ദിവസം 7.25 ലക്ഷത്തോളം രൂപ അവിടുത്തെ സംഘാടകർ കൊണ്ടു തന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ ഞെരുങ്ങുന്നത്, എവിടെയാണോ നമ്മൾ കഷ്ടപ്പാടിലൂടെ പോകുന്നത്, അവിടെ ഒരു അനുഗ്രഹം, ഒരു അഭിഷേകം കാത്തിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ഈ പുതുവർഷത്തിലെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം തിരിച്ചറിയാം, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. റോമാലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനം, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ പോലും ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് പുത്രൻ. പിതാവിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ കൂടെയുള്ള പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവിടുന്ന് നമുക്ക് വേണ്ടി തന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിലെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എത്രയോ അധികമായി അവിടെ നൽകുകയില്ലേ? ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലിരുന്ന്, ടെലിവിഷന് മുമ്പിലിരുന്ന്, കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ ഇരുന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ആര് തന്നെയാണേലും, പ്രിയപ്പെട്ട പൈതല്, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ട്. അവൻ എമ്മാനുവലാണ്. ദൈവം നമ്മോട് കൂടെ. നിയമാവർത്തന പുസ്തകം 4:7 വചനം പഠിപ്പിക്കുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങളെ അവിശ്വസിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാം. ദൈവം തരാൻ വേണ്ടി ആഗ്രഹിച്ച കാനാൻ ദേശങ്ങൾ, ദൈവം തരാൻ വേണ്ടി ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ അവിശ്വാസം കൊണ്ട് നഷ്ടപ്പെടുത്തി പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കാം. ഈ പുതിയ വർഷത്തിൽ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയം വെച്ച്, കർത്താവിന്റെ വചനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് അവിടെ തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. കണ്ണുകളടച്ച് ജീവിതത്തിന്റെ സകല നിയോഗങ്ങളെയോ തമ്പുരാന്റെ സന്നിധിയിലേക്കും ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുടങ്ങിയ കർത്താവ് സമീപസ്ഥനാണല്ലോ. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുമല്ലോ. കർത്താവ് കഴിഞ്ഞ കാല ജീവിതത്തിലെ അവിശ്വാസം, നന്ദികേട്, അവിശ്വസ്തത, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിച്ച സമയങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ശരണപ്പെടാൻ പറ്റിയില്ല, അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങൾ, കർത്താവ് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ ദേശത്തിന് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഈശോ എന്ന് വിളിച്ചപേക്ഷിക്കുക. കർത്താവേ, കരുണാമയ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സ്നേഹനാഥ, ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല. ഭവനത്തിലായിരിക്കുന്നവര്, ഓഫീസിലായിരിക്കുന്നവര്, യാത്രയിലായിരിക്കുന്നവര്, ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും അവിശ്വാസം പ്രത്യാശ നൽകുന്ന കർത്താവ്, കരുണാ
ചേർത്ത്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, കണ്ണുകളടച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളും സ്വന്തം ജീവിതത്തെ, കുടുംബത്തെ, ശുശ്രൂഷ മേഖലയെ, പാർക്കുന്ന ദേശത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈശോയുടെ കരങ്ങളിൽ ഈ പുതിയ വർഷത്തിൽ നമ്മൾ സുരക്ഷിതരാണല്ലോ. കർത്താവേ, കരധാരിൽ മുഖമൊന്നമർത്തി ഈശോയെ കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഷ്ടപ്പാട്, ദുഃഖങ്ങൾ, ഇരുഹൃദയ കാരുണ്യ തണലിൽ എന്റെ തകർച്ച, നൊമ്പരങ്ങൾ മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കുക. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ സ്പർശിക്കണമേ കർത്താവേ, കാൽവരിനാഥ ഏറ്റെടുക്കണമേ കർത്താവേ. കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുക. കാൽവരിനാഥ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഇന്നേ ശാലോം നൈറ്റ് ചെയ്ത് പകരുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം. കനിയേണമേ സ്നേഹനാഥ കനിയേണമേ സ്നേഹനാഥ കരങ്ങൾ കൂപ്പി ശാന്തതയിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുക, വിശ്വസിക്കുക. ജോഷുവയും കാലവും പറഞ്ഞതുപോലെ കർത്താവ് സംപ്രീതനാണെങ്കിൽ അവിടെ നമ്മെ ആ ദേശത്തേക്ക് നയിക്കും. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഉൽപ്പത്തി 18:14 കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുക, വിശ്വസിക്കുക. ഈ രാത്രി എന്റെ കർത്താവിനെ സ്പർശിക്കും. ഈ രാത്രി കർത്താവിനെ അനുഗ്രഹിക്കും. ഈ വർഷം എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. ഈ വർഷം എനിക്ക് അഭിഷേകത്തിന്റെ വർഷമായിരിക്കും. കണ്ണുകളടച്ച് നിശബ്ദതയിൽ, ശാന്തതയിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം.